ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പോസ്റ്റ് ഇട്ട വാരത്തിന് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത മൗണ്ടൻ മാപ്പ്. അത് നമ്മളെ വണ്ടി ഫോർച്യൂണറായിട്ടാണ് വന്നിട്ടുണ്ട്. നമ്മൾ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വണ്ടി ഫോർച്യൂണറായിട്ടാണ് അടുത്ത മാപ്പ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ വണ്ടി സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത സ്ഥലത്തോട്ട് സിഗ്നൽ എന്നൊരു വിഷയമേ ശുഭം ബോധയിലാണ്. അടിപൊളി. അയ്യോ തൊട്ടിപ്പോയില്ലേ. ഹൈഡ് ചെയ്യാൻ വലിയ പാടാണ്. മാപ്പൊക്കെ അവിടെ ടാബ്ലറ്റിനകത്തുണ്ട്. നമ്മൾ വണ്ടി കത്തിക്കാം. അപ്പോൾ പറയും പോലെ ഈ വീഡിയോ അവസാനം ഞാൻ ഏത് മാപ്പാണെന്ന് കാണിക്കുന്നതാണ്. നമുക്ക് വളവന്തിരി റോഡിട്ട് കാണിക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ മലയോര റോഡിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കൂടെ ഇനി കത്തിക്കാൻ പോവുകയാണ് വണ്ടി. മലയോര റൂട്ടാണ് ഈ മാപ്പിൻ്റെ പേര്. ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ അവസാനം കാണിക്കുന്നതായിരിക്കും. വണ്ടി കത്തിക്കാൻ പോവുകയാണെങ്കിൽ 153 വണ്ടി ഓവർടേക്കാനും വളയ്ക്കാനും വെട്ടിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമായി. ചവിട്ടേണ്ടി വരുന്നു. ഒതുങ്ങിപ്പോടാ. പോലീസുകാരെ ഇപ്പം പെറ്റിയടിച്ച് ചെയ്തത് സമയത്തിൽ നമ്മൾ വണ്ടി കയറുന്നില്ല. നമ്മൾ ലൈറ്റ് അടിക്കുന്നുണ്ട്, ഒരുത്തിന് അനങ്ങുന്നില്ല. ഇനി കത്തിക്കും. കാണാൻ പറ്റുന്ന ദൂരം വരെ വണ്ടികളില്ല. കത്തിച്ച് കയറിയിട്ടുണ്ട്. ഫോർച്യൂണർ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 155 വരെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വോൾവോ സ്ലീപ്പറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വണ്ടി എങ്ങനെ എടുക്കുന്നത് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ അടുത്ത മാപ്പാണിത്. വരുന്ന വഴിക്ക് ഇതൊന്നും ഇടിച്ചേ 95 100 ഓട്ടോമാറ്റിക്കായി നോക്കുമ്പോൾ പറ്റത്തില്ല. വീഡിയോ ലോങ് വീഡിയോ ആണ്. അവസാനം വരെ കണ്ടാലേ നമ്മുടെ മാപ്പ് ഏതാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഏകദേശം എല്ലാവരും നോക്കാൻ ശ്രമിക്കുക. ആംബുലൻസൊക്കെ പതിയാണോ പോകുന്നത്? എന്താ പതിയെ പോകുന്നത് ആംബുലൻസൊക്കെ? പറന്നു പോകാനുള്ള ഇനി പാർക്കാണ്. ഈ റോഡിലെ ഏറ്റവും വലിയൊരു വളവാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വലിയൊരു വളവാണ്. ഞാൻ വോൾവോ സ്ലീപ്പറൊക്കെ എടുത്തിട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടു. ഇവിടെ വണ്ടി കയറുന്നുമില്ല, അവിടെ കിടന്ന് പെട്ടതാ. അവിടെ ഒരു വോൾവോ കിടത്തോണ്ട് വരാൻ വലിയ പാടാണ്. വോൾവോ ഒന്നും വരത്തില്ല ഇതുവഴി. ഇത്തിരി ലോങ് മാപ്പാണ് ഇത്. 2 പാർട്ടാണ് ഈ മലയോര മാപ്പ്. ഐഡിയ വേണ്ട. കത്തിച്ചു പോവാണ്. 100 ഇപ്പോഴും. തൊടിയല്ലേ. കഴിഞ്ഞ വട്ടം ഇതേപോലെ ഒരു മാപ്പിൽ പോയതാ. പറന്ന് അത് കുറ്റിക്കാട്ട് പറന്നിട്ട് ചവിട്ടിട്ട് കയറുന്നില്ല. ഇന്റീരിയർ സീൻ ഒരു ത്രില്ല. ഇന്റീരിയർ വ്യൂവിൽ പോകുമ്പോൾ ഒതുങ്ങിപ്പോടാ ആംബുലൻസ്. ഞാൻ ആംബുലൻസിൽ പോകുന്നത്.
അടുത്ത ഏത് വണ്ടി വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ വണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മളതാ ഈ ഒരു മാപ്പ്, ഈ 2 മാപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയൊരു മൗണ്ടൻ മാപ്പ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി അതേ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഗെയിം ഫുള്ളൊന്ന് കളിച്ച് നോക്കണം. ചാൻസ് മതി. ടാങ്കർ റോൾ ലോറിക്കാരെ ശരിയല്ല, പോകുന്നുമില്ല വിടുന്നുമില്ല. ചത്തേനെ പോലീസ് അളിയോ മേ തട്ടി ഗൈസ്. 3 ഹെൽത്ത് വീഴുമ്പോൾ റോഡുണ്ടല്ലോ ഗൈസ്, അതുവഴി ഒന്ന് പോയി നോക്കാം. ഇതുവരെ പോയിട്ടില്ല, ഇഷ്ടംപോലെ തവണ ഈ റോഡ് ഓട്ടിച്ചിട്ടുണ്ട്. റോഡൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഈ ഗെയിമിൽ. അകത്തോട്ടൊക്കെ റോഡ് പാർക്കാണ് കേസ്. കാട്ടിനകത്ത് ഇതേത് വഴി? എൻ്റെ സിമിനെ ഇത് ഏതിട്ടില്ല. ഞാനിതെങ്ങോട്ടാണ് പോകുന്നത്? 120 സിമിനെ ഇത് ഏതിട്ടില്ല. നല്ല റോഡ്. എൻ്റെ അമ്മയെ വണ്ടി തിരിയുന്നില്ല. പോയി ഫോർച്യൂണർ ആയതുകൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. എപ്പോഴേ തോട്ടിപ്പോയാൽ വണ്ടിയുടെ നിർത്തി വണ്ടിയുടെ മോഡുകളൊക്കെ കാണിച്ചു തരാം. ഞാനൊരു ആപ്പിൽ നിന്ന് തന്നെ എടുത്ത ഈ ഫോർച്യൂണർ. ഈ ഫോർച്യൂണറിൻ്റെ പേര് ഫോർച്യൂണർ റേസിംഗ് എന്നാണ് ഈ വണ്ടിയുടെ പേര് കൊടുത്തിരിക്കുന്നത്. ഫോർച്യൂണർ ഫോട്ടോ എടുത്തേക്ക് എന്തായാലും. ദൂരോട്ട് പോയി. അയ്യോ എന്നെ കൊണ്ടുപോണേ. പിന്നെ വണ്ടി ഇടിച്ചിട്ട് അങ്ങനെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഫോർച്യൂണർ ഒരു പിക്ക് എടുത്ത് വെച്ചേക്കാം. സേവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷട്ട് ചെയ്യാം. എന്നെ ഇടിച്ചിട്ട് അവൻ വന്നത്. നമുക്കിൻ്റെ പറപ്പിക്കാം. കൊച്ചു കൂടെ 120 ഞാൻ വന്നത്. അവരും തട്ടിച്ചിട്ട് എല്ലാവർക്കും എൻ്റെ വണ്ടി ഒരു മുട്ടിക്കണം. ഈ ഹോണൊക്കെ അടിച്ച് പാർക്കാൻ ഈ വണ്ടിക്ക് 6 ഗിയറുള്ളൂ. പക്ഷെ ഓൾമോസ്റ്റ് സ്ലീപ്പറിന് എത്ര ഗിയർ ഉണ്ടെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇച്ചിരി ലോങ് മൗണ്ടൻ റൂട്ടാണ്, അത്യാവശ്യം നല്ല ലോങ്. ഇറക്കത്തിലൊക്കെ നമ്മൾ വണ്ടി 155 ആയിരിക്കും. 160. അടിപൊളി. പോലീസ് അളിയ വളീവുഡ്, അമ്മേ വളീവുഡ്. നമ്മൾ അടുത്ത വീഡിയോ ബസ് സിമുലേറ്റർ ഇന്ത്യയിലായിരിക്കും ചിലപ്പോൾ. നമ്മൾ വോൾവോ സ്ലീപ്പറൊക്കെ ആയിട്ട് തിരുവനന്തപുരം. വോൾവോ സ്ലീപ്പർ ആയിട്ടായിരിക്കും നമ്മൾ അടുത്ത ഇന്ത്യ മാപ്പ്. നമ്മളെ ബാംഗ്ലൂർ ടു തിരുവനന്തപുരം, കൊച്ചി വഴി തിരുവനന്തപുരം പോകുന്ന വണ്ടിയായിരിക്കും അടുത്ത് നമ്മളെ വോൾവോ സ്ലീപ്പറിൻ്റെ. നമ്മൾ വോൾവോ സ്ലീപ്പർ എടുക്കുന്ന ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ലിവറൊക്കെ കിട്ടാൻ പാടാണ്. ഗൂഗിളിലൊന്നും ഇല്ലാത്തത് അതിൻ്റെ ലിവറി. അതൊരു യൂട്യൂബറുടെ നിന്നാണ് ഞാൻ എടുത്തത്.
നൈറ്റും ഫോഗൊക്കെ ആയിരുന്നെങ്കിൽ സീനായിരുന്നു ഗൈസ്. വളച്ചു പോകാനൊക്കെ വലിയ പാടാം. സ്ട്രീറ്റ് റോഡ് ഉണ്ട്, ഓവർടേക്കുള്ള സ്ഥലം വഴിയാണ്. നമ്മൾ പറക്കെയാണ് നമ്മളെ വണ്ടി എടുത്തോണ്ട്. ഫോർച്യൂണർ നിസ്സാരക്കാരനല്ല കേട്ടോ, വണ്ടിയുടെ പവർ ഇൻക്രെഡിബിളാണ്. അടുത്ത് നമ്മളൊരു മോഡ് മാപ്പായിട്ട് വരുന്നതായിരിക്കും, ഓഫ് റോഡാണ്, ഹിമാലയൻ ഓഫ് റോഡ് മാപ്പ്. റേസിംഗ് അല്ലേ അവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്പീഡോമീറ്റർ നോക്കിയാലേ 150 അടുത്ത മാപ്പിലുണ്ടായി. നമ്മളടുത്ത് അതും ഇതുപോലത്തെ ഒരു ഇതാണ്, മൗണ്ടൻ മാപ്പ് തന്നെയാണ്. പറക്കുകയാണ് നമ്മളിവിടെ ഇന്ന്, ഒരു വിഷയമില്ല. ഓവർടേക്കാൻ പറ്റിയല്ല, കാരണം ഇത് വൺ വേ ആണ്. ഇടയ്ക്കുള്ള കഴിഞ്ഞ് പോകേണ്ടി വരും ഇനി അടുത്ത്. നീ ഇപ്പോൾ സ്പീഡിൽ പോണവർക്ക് വഴി ഡ്രൈവിംഗ് സ്കില്ല് ഉണ്ട്. ഈ ഫോർച്യൂണർ പൊട്ടൊക്കെ ഡ്രിഫ്റ്റ് ആവുന്നുണ്ട് ഗൈസ്, ചറക്കിയൊക്കെ പോകും മൂട്. അതാ ഈ വണ്ടിയുടെ പ്രത്യേകതയല്ല പ്രശ്നം. വേണ്ടി പറപ്പിക്കാം. ഫോർച്യൂണറിന് എന്ത് വളവ്, സ്റ്റെബിലിറ്റിയാണ് ഫോർച്യൂണറിൻ്റെ മെയിൻ. വണ്ടി എത്ര സ്പീഡിൽ നേരത്തെ ഉറച്ച് നിൽക്കും. കൊള്ളാം, ഇപ്പം പറഞ്ഞു തീർന്നേ ഉള്ളൂ നേരത്തെ ഉറച്ച് നിൽക്കുമെന്ന്. ഡോറ് തുറന്നു, വൈപ്പർ ഓണായി, വണ്ടി ചറക്കി അങ്ങ് പോയി. അവിടെ ഒരു വേറൊരു വഴി നോക്കി വെച്ചിട്ട് പോവാം. ശരി, പോയി ഓടിയുണ്ട്, വണ്ടി മുഴുവൻ പൊടിയായി. കേറുന്നില്ല, ഫോർച്യൂണർ ചതിച്ചു ഗൈസ്. ഓട്ടയ്ക്ക് വന്നവരൊക്കെ കയറി, അവരുടെ ഹെൽത്തും കളഞ്ഞു വണ്ടി വളച്ച് കയറ്റാൻ നോക്കി. ഹെൽത്ത് 88 ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തെത്താറായിട്ടുണ്ട്. നമ്മളെ ട്രിപ്പ് കഴിയാറായിട്ടുണ്ട്. നമ്മുടെ അവസാന സ്ഥലം മലയോര വഴി കഴിഞ്ഞു. 2 പാർട്ടായിരുന്നു മലയോര വഴി. ഓഫ് സൈഡാ, പറക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, പതിവ് പോകാനൊന്നും അറിയത്തില്ല. സിഗ്നലൊന്നും നമുക്കൊരു വിഷയമല്ല. അങ്ങനെ നമ്മളെ ഒരു സ്പീഡ് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റെബിലിറ്റിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫോർച്യൂണറൊക്കെ എടുത്തത്. ഫോർച്യൂണർ നല്ല സ്റ്റേബിളായിരിക്കും എത്ര സ്പീഡിൽ പോയാലും. കണ്ടാലറിയാം സ്പീഡോമീറ്റർ 150 സ്പീഡ്. ടെർമിനലിലെത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ ഒതുക്കാം. കയറി വരെ കറക്റ്റ് വിട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
അപ്പോൾ അതിനു മുമ്പേ നമ്മളെ ഇത് കാണിക്കണ്ടേ, സ്ഥലം ഏതാണെന്ന് കാണിക്കണ്ടേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഏത് മാപ്പാണെന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ കാണുന്നവർക്ക് നന്ദിയുണ്ട്. കാണുന്നവർക്കല്ല, കാണണം, എന്നാലേ അവസാനത്തേത് അറിയാൻ പറ്റത്തുള്ളൂ. ഏത് മാപ്പാണെന്ന് കാണിച്ചു തരാം. നമ്മൾ പടാങ് ഏതൊരു പടാങ്, പിന്നെ ബുക്കി ടിങ്കി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇതാണ് ആ മാപ്പ്. ആദ്യത്തെ 2 സ്ഥലവും കഴിഞ്ഞ് അടുത്ത അവസാനം വരെ ഉള്ള ഒരു മാപ്പായിരുന്നു ഇത്. അപ്പോൾ വലിയൊരു മാപ്പായിരുന്നു, അത്യാവശ്യം നല്ല ദൂരമുള്ള മൗണ്ടെയിൻ റൂട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു വണ്ടിയായിട്ട് വരുന്നവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ. അയ്യോ.